ഒരു റിഫ്ലക്ഷൻ പോലെ ഈ സെൻറ്റൻസ് കടന്നു വന്നുകൊണ്ടിരുന്നു. ആ വാചകം ഇതാണ്: മലയാളികൾ വീട് പണിയുന്നതെല്ലാം അടുത്ത തലമുറയ്ക്ക് പൊളിക്കാനും വിൽക്കാനും വേണ്ടിയല്ലേ മോളെ. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? പളിയമ്മച്ചി പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവ്, പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഞങ്ങൾ ഏറെ ആലോചിച്ച് കണക്ക് കൂട്ടി വളരെ വീടുകളിലെല്ലാം പോയി നോക്കി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഉപയോഗിച്ച് പണിത ഒരു വീട് മകൻ്റെ കാലമായപ്പോഴേക്കും അത് ഫാഷനല്ല എന്ന് തെളിയുകയുണ്ടായി. അവരത് പൊളിച്ച് വേറൊരു വീട് വെച്ച് അവിടെ ഞാനിപ്പം തനിയെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി തുടർന്നു, എത്ര ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തി എത്ര വലിയ വീട് വെച്ചാലും അത് എത്ര നാളത്തേക്ക് പുതിയതായിരിക്കുമെന്നും അതിലെത്ര പേർ താമസിക്കുമെന്നും അതിലെത്ര നാളത്തേനത് ഉപയോഗിക്കുമെന്നും ആർക്കും പറയാൻ സാധിക്കില്ല. പിന്നെ എന്തിനാണ് ആ ജീവനാന്തകാലം സമ്പാദിച്ചുണ്ടാക്കിയ വസ്തുവകകളെല്ലാം ഉപയോഗിച്ച് സമ്പാദ്യം ഉപയോഗിച്ച് വലിയ ഒരു വീട് വെച്ച് അത് മറ്റുള്ളവർക്ക് പൊളിക്കാനായി ഉപേക്ഷിച്ച് പോകുന്നത് മലയാളിയുടെ ഒരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ വലിയ വീട്ടിൽ മകൻ ഫാഷനബിളായിട്ട് വെച്ച ഈ വീട്ടിൽ അവരെല്ലാവരും വിദേശത്താണ്. ഞാൻ തനിയെ എന്നെ സഹായിക്കാൻ മറ്റൊരാളുമായി എത്രയോ നാളുകൾ കൊണ്ട് ജീവിക്കുന്നു. എന്തെങ്കിലും ഒരു ചടങ്ങ് വരുമ്പോൾ ബന്ധുമിത്രാദികളെല്ലാവരും ഒന്നിച്ചു വരുമ്പോൾ ഇട കുറഞ്ഞു പോകരുതല്ലോ എന്ന് കരുതിയാണ് ഇത്രയും വലിയ വീട് വെച്ചത്. എന്നാൽ മകൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് വന്ന എല്ലാവരും ഹോട്ടൽ മുറികളിലാണ് താമസിച്ചത്. ഇവിടെ ഉണ്ടായത് ഞാനും മക്കളും മാത്രം. അപ്പോൾ വീണ്ടും എന്തിനാണ് ഇതുപോലെയുള്ള വീടുകൾ കെട്ടിപ്പൊക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടിയല്ലേ എന്ന് അമ്മച്ചി ചോദിച്ചു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആരെങ്കിലും കണ്ടാൽ അവരുടെ കണ്ണൊന്ന് തള്ളണം. ആ പരുവത്തിലാണ് എല്ലാവരും വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേർ മാത്രമുള്ള കുടുംബത്ത് ഏറ്റവും വലിയ കാറ് വാങ്ങുന്നത് എന്തിനാണ്? അടുത്ത വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അതേ മോഡലിലുള്ള ഒരു വണ്ടിയുണ്ട് എന്നറിയുമ്പോഴാണ് അത് തന്നെ നമുക്കും വേണമെന്ന് നമ്മൾ ശഠിക്കുന്നതും ആ ഒരു ലൈനിലോട്ട് നമ്മൾ കിടക്കുന്നതും. 75 വയസ്സോളം പ്രായമുള്ള അമ്മച്ചി